നമ്മുടെ മലയാളി കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഇന്നും കോടതിയിൽ ആ കേസ് എടുത്തില്ല. അത് പരിഗണിച്ചില്ല. ഇന്നത്തേക്ക് പരിഗണിച്ചില്ല. അത് മാറ്റിവെച്ചു. ഇപ്പോഴും സിസ്റ്റേഴ്സ് പോലീസിൻ്റെ കസ്റ്റഡിയിൽ തുടരുന്നു. അപ്പോൾ ഒരു ഇൻസിഡൻറ്റ് 100% വ്യാജമാണ് എന്ന് തെളിയിക്കപ്പെട്ടിട്ടും ആ കുട്ടികളുടെ മൊഴിയും കുട്ടികളുടെ മാതാപിതാക്കളുടെ മൊഴിയും മാത്രം മതിയാവും പോലീസിന് വിട്ടയക്കാൻ. എന്നിരിക്കെ ഇതിനെ വലിച്ചു നീട്ടി ആ സിസ്റ്റേഴ്സിനെ അവിടെ കോടതിയിലിട്ട് ബുദ്ധിമുട്ടിക്കുന്നു. കോടതിക്ക് അത് പരിഗണിക്കാൻ നേരമില്ല. കോടതിയിൽ എത്തിയിട്ട് പോലും പരിഗണിക്കാൻ കോടതിക്ക് അതിന് സമയമില്ല. മറ്റൊരുപാട് പേരെ രക്ഷിക്കാൻ ബാധ്യസ്ഥമായ ഒരു സ്ഥാപനമാണല്ലോ കോടതി. ഇന്ത്യയിൽ ഇതല്ലാതെ വേറെ എന്തെങ്കിലും നടക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു തെറ്റാണ്. എങ്കിൽ കൂടിയും പറഞ്ഞു എന്ന് മാത്രം. ഈ കഴിഞ്ഞ ദിവസം ബസ്സിൽ യാത്ര ചെയ്ത ഒരു ചേച്ചിയുടെ അടുത്ത് ഈ ഫോട്ടോയിൽ കാണുന്ന മാന്യൻ ചെയ്ത ലൈംഗിക വൈകൃതം ആ ചേച്ചി വീഡിയോ പകർത്തുകയും സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. ആ ചേച്ചി കാണിച്ച തൻ്റെ ഇടത്തെ 100% ആത്മാർത്ഥതയോടെ ഞാൻ അഭിനന്ദിക്കുന്നു. കാര്യം ഇതിപ്പോൾ ഒന്നും ഒറ്റയും ഒരു സംഭവമല്ല, വളരെ റയറായിട്ട് മാത്രം കണ്ടിരുന്ന ഒരു സംഭവം അല്ലിത്. കാര്യം ഒരു ചേച്ചിയും അനിയത്തിയും കൂടെ ബസ്സിൽ യാത്ര ചെയ്തപ്പോൾ ഒരു പ്രായമുള്ള ഒരുത്തൻ അനിയത്തിയോട് മോശമായി പെരുമാറുകയും ആ ചേച്ചി അതിനെതിരെ പ്രതികരിക്കുന്ന ഒരു വീഡിയോ ഈ തൊട്ടടുത്ത ദിവസം തന്നെ കണ്ടിരുന്നു. ഇതിന് മുന്നേയും ഒരു വൃദ്ധൻ, നല്ല പ്രായമുള്ള ഒരു കിളവൻ ഒരു പെൺകുട്ടിയുടെ അടുത്ത് മോശമായിട്ട് ലൈംഗിക ആംഗ്യങ്ങൾ കാണിക്കുന്നത് ഇതിന് മുന്നേയും ഒരു പെൺകുട്ടി വീഡിയോ എടുത്ത് പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ളവരുടെ വീഡിയോ എടുത്ത് പൊതുമാധ്യമത്തിൽ പ്രദർശിപ്പിക്കുക എന്നുള്ളതിൽ കുറഞ്ഞ ഒരു ശിക്ഷയും നമുക്ക് കൊടുക്കാനില്ല. ഇവനെയൊന്നും കോടതിക്കോ പോലീസിനോ വിട്ടു കൊടുക്കരുത്. കാര്യം രാത്രിയിൽ ഇരുട്ടുവാക്കിന് ഒരു പെൺകുട്ടിയെ കിട്ടിക്കഴിഞ്ഞാൽ ഇവനൊക്കെ എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യാന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് പോലും ചെയ്യാൻ കഴിയാത്തില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ഇങ്ങനെ പ്രതികരിക്കുന്നത് തന്നെയാണ് 100%. ഇത് മാത്രമല്ല, ഇതിനെതിരെ നിയമപരമായി നേരിടാനും ഇവർ തയ്യാറാവണം. എന്തായാലും ഇത് കവർ ചെയ്ത മനോരമ ന്യൂസിനും 24-ലും ഈ ന്യൂസ് വന്നിരുന്നു. എന്തായാലും അതിനെ 100% അഭിനന്ദിക്കുന്നു. കാര്യം ഇതൊക്കെ വളരെ ഏതെങ്കിലും പത്രത്തിൻ്റെ ഏതെങ്കിലും കോണുകളിൽ മാത്രം വന്നു പോകേണ്ട ഒരു ന്യൂസല്ല. ഇങ്ങനെയുള്ളവർക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു ശിക്ഷ ഇവൻ്റെ മക്കളോ ഭാര്യയോ അല്ലെങ്കിൽ ഇവൻ്റെ കുടുംബത്തിലുള്ളവരൊക്കെ ഇവനെ അറിയണം. ഇവനിങ്ങനെയാണെന്നുള്ളത് അവൻ്റെ നാട്ടുകാരറിയണം. അതിൽ പരമൊരു ശിക്ഷ അവന് കൊടുക്കാനില്ല. ഇവനൊന്നും അതൊരു പ്രശ്നമായിരിക്കില്ല. എന്നിരുന്നാൽ കൂടിയും നമ്മൾ ഇത്രയെങ്കിലും പ്രതികരിക്കുന്നത് ഒരു ആവശ്യകതയാണ്.